അർമാൻഡോ സാദിക്കു ടു KBFC. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ഭൂരിഭാഗം പേരും ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനത്തെ വാർത്തകളാണ് പുറത്തേക്ക് വന്നത്. പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് മൊർഗുലോവ് പറഞ്ഞു, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ദിമയുടെ റീപ്ലേസ്മെന്റ് സൈനിങ് ആയി വരാൻ പോകുന്ന ഒരു സ്ട്രൈക്കർ അദ്ദേഹം ISL എക്സ്പീരിയൻസ് ആയുള്ള ഒരു സ്ട്രൈക്കർ ആണെന്ന് എന്നുള്ള കാര്യം 48 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ കൺഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരുമെന്നുള്ളൊരു കാര്യവും മാർക്കസ് മൊർഗുലോവ് പറഞ്ഞിരുന്നു. പിന്നീട് മാർക്കസിന് അതേത് താരമാണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കസ് മൊർഗുലോവ്. അതിനുശേഷം അർമാൻഡോ സാദിക്കു ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നു. പിന്നീട് മാർക്കസ് മൊർഗുലോവ് തന്നെ അത് നിഷേധിച്ചുകൊണ്ട് അർമാൻഡോ സാദിക്കു ഗോവയുമായി കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നു. എന്നാലും അർമാൻഡോ സാദിക്കു ഗോവയുടെ പ്ലെയറായി മാറിക്കഴിഞ്ഞു. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശയായിരുന്നു. എന്നാൽ ഇന്നലെയാണ് ഗോവ അർമാൻഡോ സാദിക്കുവിനെ സൈൻ ചെയ്തെന്ന വാർത്ത ഗോവ ആരാധകരെ FC ഗോവ ഒഫീഷ്യലായി അവരുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെ അറിയിക്കുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ ട്രോളിക്കൊണ്ടാണ് ഇപ്പോൾ FC ഗോവ അദ്ദേഹത്തിൻ്റെ സൈനിങ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ അവർ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ പഞ്ചാബ് FCയും ഏകദേശം ട്രോളിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അവർ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നത്. ഒരു വീഡിയോ ആയിട്ടാണ് അറിയിച്ചത് അർമാൻഡോ സാദിക്കുവിൻ്റെ കാര്യം. റീലായിട്ടാണ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ ട്രോളുന്ന ഒരു കാഴ്ചയാണ് നമുക്കതിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചത്. താരങ്ങളാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് പണം കൂടുതൽ കിട്ടുന്നിടത്തേക്ക് പോയേക്കാം. അതിനെന്തിനാണ് വേറെ ടീമുകളെയൊക്കെ ഇട്ട് ട്രോളുന്നത്? എന്തായാലും FC ഗോവയിൽ കാണിച്ചതിന് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും തിരിച്ചു കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്.